Hi friends, welcome to my channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സീമച്ചക്ക കറി. Today we are going to make special സീമച്ചക്ക കറി. ചക്ക ചെറിയ പീസാക്കി അത് വെള്ളത്തിലേക്ക് ഇടുക. അതിൻ്റെ കറ പോകുന്നതിന് വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇടാം കുറച്ച് നേരത്തെ. സീമച്ചക്കയിൽ കറയുണ്ട്, അത് പോകാനായിട്ട് അരിഞ്ഞതിന് ശേഷം അത് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം. കറ കഴുകിയതിന് ശേഷം സീമച്ചക്ക നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ചെറിയ ഉള്ളി ഇതേപോലെ രണ്ടായി കീറി ഇടുക. ഒരു 10-20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട്. കുക്കറിലേക്ക് നമുക്ക് സീമച്ചക്ക ഇടാം. അതിനുശേഷം ചെറിയ ഉള്ളി, ഇഞ്ചളവിൽ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി ആഡ് ചെയ്യുക. പിന്നെ ഇത് മീറ്റ് മസാല ഇതിനകത്തിടുക. ഒരു 1.5 സ്പൂൺ മീറ്റ് മസാല. വേവിക്കാൻ വയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് വേവിക്കാം. 1 കപ്പ് വെള്ളം കൂടെ. മസാലയും ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ച് നമുക്ക് ഒരു 2 വിസിൽ കേൾക്കത്തക്ക രീതിയിൽ വേവിച്ചെടുക്കാം. സീമച്ചക്ക കറി വയ്ക്കുന്നതിന് അരമുറി തേങ്ങയാണ് ചിരണ്ടി എടുത്തിരിക്കുന്നത്. നമ്മൾ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ തേങ്ങ ഇതിനകത്തോട്ട് ഇട്ട് വറുത്തെടുക്കാം നമുക്ക്. മൂന്ന് ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതിലേക്ക് ഒരു 2-2.5 സ്പൂൺ മീറ്റ് മസാല, കുറച്ച് കളർ കിട്ടുന്നതിന് വേണ്ടി കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അത് നന്നായി വറുത്തതിന് ശേഷം മിക്സിയിലിട്ട് അരച്ച് കറിയാക്കി മാറ്റാം നമുക്ക്. ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് ആയിരിക്കും കഴിക്കുമ്പോൾ. നമുക്ക് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന്. കുക്കർ നമുക്ക് തുറന്ന് നോക്കാം. 2 വിസിൽ കേട്ടതിന് ശേഷം വെന്തോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി കറി വയ്ക്കാം. ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും.
കറിയിലേക്ക് താളിച്ചൊഴിക്കാം. ചീമച്ചക്ക ഒരു സീസണൽ ഫ്രൂട്ടാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ഇത് എല്ലായിടത്തും സുലഭമായി കിട്ടുന്നത്. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു ചീമച്ചക്ക വാങ്ങി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോയുടെ അവസാനം ഡിസ്ക്രിപ്ഷനിൽ ഈ കറിയുടെ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. ചീമച്ചക്ക കറി റെഡി ആയിട്ടുണ്ട്.